ഹലോ, ഇതൊരു സ്പെഷ്യൽ റീലാണ്. നിനക്കൊരു ബ്രാ ഇട്ട് നടന്നൂടെ, ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ കമൻസ് ഇട്ട് എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം. ഇതാണ് സ്ത്രീകൾ ഇടുന്ന ബ്രാ. ഇത് പ്രത്യേകിച്ച് ഒരു പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള്, ഇതാണ് ബ്രാ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ നിപ്പിള് കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നൂല. ഈ ആൾ ആരാണെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 7 വിന്നറായ മാളവിക അനിൽകുമാറാണ്. ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് വീർപ്പ് മുട്ടിക്കഴിയുന്ന, അപ്പോൾ തന്നെ സദാചാരവാദികൾ എന്ന് അഭിമാനിക്കുന്ന ഒരു കൂട്ടം മുഖംമൂടി ധരിച്ച ആൾക്കാർക്ക് അണ്ണാക്കിലടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോയാണിത്. സംഗതി മറ്റൊന്നുമല്ല, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് പുതിയ വർഷത്തിൽ ചെയ്തെടുക്കുവാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ പുതുവർഷത്തിൽ അച്ചീവ് ചെയ്യാനുള്ള ഗോളുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് താൻ സംസാരിക്കുകയാണ്. അപ്പോൾ തന്നെ കണ്ണാടിയുടെ മുൻപിൽ ഒരു മേക്കപ്പ് നടക്കുന്നുണ്ട്. ആ വീഡിയോ അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്തു. അതിൻ്റെ കീഴിൽ ചില ആൾക്കാർ വന്ന് ചില കമൻറ്റുകൾ എഴുതിയിട്ടുണ്ട്. ആ കമൻറ്റ് എഴുത്തുകാർ അവരുടെ മുഖമല്ല ശ്രദ്ധിച്ചത്, അവർ പറഞ്ഞ വാക്കുകളുമല്ല, മറ്റെന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്. അവർ കണ്ടതിനെക്കുറിച്ച് അവരവിടെ കമൻറ്റുകളും എഴുതിയിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് വെക്കാം, അത് കണ്ടു നോക്കുക. എന്താണ് ആ വീഡിയോയിലുള്ള പ്രശ്നം എന്നുള്ളത് കാണുന്ന നിങ്ങൾ തന്നെ പറയുക. ഹലോ, 2026 ആയിട്ട് കുറേ കട്ട റെസൊല്യൂഷൻസ് ഒക്കെയാണ് എനിക്കുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ചെങ്ങനെ സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം ഫിസിക്കലിയും ഇമോഷണലിയും ഒക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് ഈ വർഷം അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ മോട്ടോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു മിഥ്യാധാരണയാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷം കുറച്ച് സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല, ഓവറോൾ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെയല്ലേ എല്ലാവരും ജീവിക്കുന്ന എന്നുള്ളത്. അത് ഞാൻ കംപ്ലീറ്റ് പൊളിച്ചെഴുതുകയാണ്. കാരണം അവസാന നഷ്ടം എനിക്ക് മാത്രമായിരിക്കും എന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ ഫിനാൻഷ്യലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ ഡൗൺ ആയിരുന്ന സമയത്ത് ഈ സോ കോൾഡ് സമൂഹമോ ബന്ധുക്കളോ ഒന്നും കൂടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞാൻ ഇനി എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ള 2000 കൂടുതലുള്ള പാട്ടുകൾ ഈ വർഷം തന്നെ നൊട്ടേറ്റ് ചെയ്ത് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. നിങ്ങളുടെ എല്ലാ സോങ്സും ഞാൻ ഈ വർഷം തന്നെ നൊട്ടേറ്റ് ചെയ്യും. പിന്നെ എൻ്റെ സ്വന്തം പ്രൊഫഷണലായിട്ടുള്ള ടീച്ചിങ്, അത് ഈ വർഷം കുറേ കൂടെ വിപുലീകരിക്കണം. മാക്സിമം നമ്പർ ഓഫ് ക്ലാസ്സസ് ഈ വർഷം എടുക്കണം. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ഫോറിൻ ട്രിപ്പുകൾ മുടങ്ങിക്കിടക്കുകയാണ്. അത് ഫിസിക്കലി ഡൗൺ ആയിരുന്നു, ഇമോഷണലി ഡൗൺ ആയിരുന്നു. ഇത്തവണ അതൊക്കെ മാറ്റി വെച്ച് വീണ്ടും 1-2 ഫോറിൻ ട്രിപ്പെങ്കിലും പൈസ കൂട്ടി വെച്ച് എനിക്ക് പോകണം. ഐദർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വിത്ത് സംവൺ ഹു ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത്. അതെന്ത് തന്നെയാണെങ്കിലും 1-2 ട്രിപ്പെങ്കിലും എനിക്ക് പോകണം. അത് കൂടാതെ ഒരു 5-6 സ്റ്റേക്കേഷൻസ് എങ്കിലും എനിക്ക് ഈ വർഷം ചെയ്യണം. അതിൽ 1-2 എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. അത് വെറുതെ കിടന്നുറങ്ങാൻ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങണം എന്ന് തോന്നിയാൽ അത്രയും നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1-2 സ്റ്റേക്കേഷൻ കൂടെ എനിക്ക് പോകണം. 2 കുഞ്ഞുങ്ങൾക്കും ഒട്ടും ടോക്സിക്കോ കൺട്രോളിങ്ങോ അല്ലാത്ത ഒരു നല്ല ഫ്രണ്ട്ലി മദർ ആവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യണം. അവരെന്നും പറയണ പോലെ യു ആർ ദ ബെസ്റ്റ് മദർ ഇൻ ദി വേൾഡ് എന്ന് ഈ വർഷം പറയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പിള്ളേർ വളരുകയാണ്, അവർക്ക് ബോധം വെക്കുകയാണ്, അവർ പറയുമോ എന്നറിയില്ല. ബട്ട് അതും എൻ്റെ ഒരു ലക്ഷ്യത്തിലൊന്നാണ്. വർഷം എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളിടും, മേക്കപ്പ് ചെയ്യും, ഇഷ്ടമുള്ളവിടെയൊക്കെ പോവും. ഞാൻ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന എല്ലാ അങ്കിൾസിനോടും ഒരു നല്ല നമസ്കാരം പറയും. പിന്നെ എൻ്റെ ജോലിയിൽ എന്നെ തളർത്താൻ ശ്രമിച്ച ഒരുപാട് ആളുകൾ, അവരോടൊക്കെ ചേട്ടന്മാരെ ഹായ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ജീവിതത്തിൽ സംഭവിച്ചതോർത്ത് ഞാൻ കരഞ്ഞു തീർക്കില്ല, ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാവില്ല. ആൻഡ് ഞാൻ എന്നെ തന്നെ ഒരു പ്രിൻസസിനെ പോലെ ടേക്ക് കെയർ ചെയ്യും. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഉമ്മ. ഈ വീഡിയോയുടെ കീഴിൽ നമ്മുടെ പല സാംസ്കാരിക പ്രബുദ്ധരും സദാചാര പ്രമുഖരും വന്നിട്ട് അവരുടെ എന്തൊക്കെയോ കണ്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേ നോക്കിക്കേ ഈ കമൻറ്റ്. പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല, അങ്ങനെ കണ്ടിരുന്നു പോയി. എന്താണ് ഇയാൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ടിരുന്നു പോയി എന്ന് പറയുന്നത്? അയാൾ എന്താണ് കണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരാൾ വന്ന് പറയുന്നുണ്ട്. നിപ്പിൾസ് ആണ് കണ്ടത്. മറ്റൊരാൾ പറയുന്നു മൊട്ട്. വേറൊരാളുടെ കമൻറ്റ് ചക്ക പഴുത്തു. മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാ, ഹേയ് ഐ സീ ഹെയർ 2 dots. അടുത്തത് നൈസ് നിപ്പ്. അടുത്തത് വളരെയധികം അഭിമാനബോധമുള്ള മുനീർ കുന്നിൽ മുനി എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ന്യൂ ഇയർ അല്ലേ, ഒരു ബ്രാ അതുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് അയാളുടെ അഭിപ്രായം. സിറാജ് KJ, അദ്ദേഹത്തിൻ്റെ എഴുത്ത്, ഇപ്പോൾ വീഡിയോ കാണണമെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റ് വരണമെങ്കിൽ ചിലത് കാണാതെ കാണിക്കണം.
തൊഴിലില്ലായ്മ അതാണ് കാരണം. നിക്സൺ ജോസഫ് പഞ്ഞിക്കാരൻ എന്നൊരു വ്യക്തി എഴുതിയിരിക്കുന്നു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ കമന്റുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എന്തൊന്നാണ് ഇതൊക്കെ? ഇത്രമാത്രം സഹിക്കാൻ കഴിയാതെ അങ്ങനെ ബുദ്ധിമുട്ടി കഴിയുകയാണോ? കഴിഞ്ഞ ദിവസം ഒരു ന്യൂ ഇയർ പരിപാടിയുടെ ഇടയിൽ ഒരു സ്ത്രീ, ഒരു ഗായിക അവരുടെ ഉടുവസ്ത്രം ഊരിയെറിഞ്ഞു. അതൊന്നും നമുക്ക് ന്യായീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് സംബന്ധിച്ച് വിമർശനാത്മകമായി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തതാണ്. ഇവിടെ ഇതും ഒരു ഗായിക തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ല. എന്നിട്ടും ഇമാതിരി കമന്റുകൾ ഇട്ടുകൊണ്ട് ദാരിദ്ര്യം പ്രകടിപ്പിക്കുന്ന മലയാളിക്ക് എന്തായാലും നല്ല ഒന്നാം തരം മറുപടിയുമായി, എന്ന് വെച്ചാൽ അണ്ണാക്കിലടിക്കുന്ന മറുപടിയുമായി മാളവിക വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തി. ആ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് മാരടങ്ങളും മാറാല പിടിച്ച മനസ്സുകളും സൂക്ഷ്മദർശിനികളായ ആങ്ങളമാരുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹലോ, ഇതൊരു സ്പെഷ്യൽ റീലാണ്. നിനക്കൊരു ബ്രാ ഇട്ട് നടന്നൂടെ, ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ കമൻസ് ഇട്ട് എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം. ഇതാണ് സ്ത്രീകൾ ഇടുന്ന ബ്രാ. ഇത് പ്രത്യേകിച്ച് ഇതിന് പാഡും കൂടി ഉണ്ട്, നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള്, ഇതാണ് ബ്രാ. ഞെട്ടിയില്ലേ? ഇതൊരു പുതിയ ഇൻഫർമേഷൻ അല്ലേ? എനിക്കറിയാം അത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ് ഈ നിപ്പിൾ. നമ്മൾ ഈ ബ്രാ ഇടുന്നത് നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് രണ്ട് പ്രസവിച്ച് കുട്ടികൾക്ക് പാല് കൊടുത്തൊക്കെ വരുന്ന സ്ത്രീകൾക്ക്, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് നെഞ്ചു തൂങ്ങും. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ബ്രാ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആഭാസന്മാരെ നിപ്പിള് കാണുമോ ക്ലീവേജ് കാണുമോ എന്നൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ സഹതാപം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ്. നിങ്ങളുടെ അമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാര്, കുട്ടികൾ, അവരൊക്കെ എന്തോരം സഫർ ചെയ്യുന്നുണ്ടാകും. അവരുടെ ഈ നിപ്പിളോ ക്ലീവേജോ കാണുമ്പോഴേക്കും നിങ്ങളുടെ ടോക്സിസിറ്റി അങ്ങ് പുറത്തോട്ട് വരില്ലേ? എമ്മാതിരി അടിയാണ് ഈ അടിച്ചിരിക്കുന്നത്. എന്തൊരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ ക്ലീവേജ് കാണുമ്പോൾ, അല്ലെങ്കിൽ പൊക്കിളോ ഒക്കെ കാണുമ്പോൾ, ഇമാതിരി കമന്റ് എഴുത്തുകാരായ നിങ്ങൾക്ക് സ്വാഭാവികമായും ആ സമയത്ത് തോന്നാൻ സാധ്യതയുള്ള വികാരം എന്തായിരിക്കും എന്നുള്ളതാണ്. അമ്മയും പെങ്ങളും ഒക്കെ ആയതുകൊണ്ട് പരിമിതി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മാത്രമായിരിക്കും അവിടെ അങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ കമന്റ് എഴുതി പിടിപ്പിച്ച ആൾക്കാർ ഇത് സ്വന്തം വീടാണ്, ഇവിടെ സ്വന്തം അമ്മയാണ്, പെങ്ങളാണ്, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാതെ അത് നല്ല വൃത്തിയായിട്ട് ആസ്വദിക്കുന്നുണ്ടാവും. അത് തന്നെയാണ് മാളവിക ഈ പറഞ്ഞു വരുന്ന വാക്കുകളുടെ ദ്വയാർത്ഥം. ഇതിനെ ഒരുമാതിരി ടോക്സിസിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള കടുത്ത ലൈംഗിക ദാരിദ്ര്യം എന്ന് തന്നെ പറയണം. ഇത്തരം കാഴ്ചകൾക്ക് വേണ്ടി അവരുടെ കണ്ണുകൾ പരതി നടക്കുകയാണ്. അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യും. എന്നിട്ട് തൊട്ടടുത്ത നിമിഷം അവർ സദാചാരത്തിന്റെ മൊത്ത കച്ചവടക്കാരായി മാറുകയും മറ്റൊരു മുഖം മൂടിയുമായി വെളിപ്പെടുകയും ചെയ്യും. എന്തൊരു മറുപടിയാണിത്! പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നൂലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്കൊരു മാതൃകയാവാം. ഈ നിപ്പിൾ കവർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് നിപ്പിൾ കവേഴ്സ്. അതിങ്ങനെ ഒട്ടിച്ച് വെക്കണം. പക്ഷെ ചിലർക്ക് സ്കിന്നിന് അലർജി വരും, ചിലർക്ക് സ്കിന്ന് പൊട്ടും. നിങ്ങൾ ഇല്ല ചൊറിഞ്ഞ് പൊട്ടുന്നില്ല എന്നുണ്ട് ഷർട്ട് ഊരിയിട്ട് 2 നിപ്പിൾ കവേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരോടും പറയണം, സഹോദരിമാരെ ഞങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വികാരം വരുന്നുണ്ടല്ലോ, അത് മാറ്റാൻ ഇതാ ഇന്നു മുതൽ ഞങ്ങൾ നിപ്പിൾ കവേഴ്സ് ഇട്ടതിന് ശേഷം മാത്രമേ ഷർട്ട് ഇടുകയുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുന്നു. അത് മാത്രമല്ല, മുട്ടിന് താഴെ ഇറങ്ങിയ കുർത്തയും അതിന് താഴെ ലൂസായിട്ടുള്ള മുണ്ടും മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ. കാരണം നിങ്ങളുടെ മറ്റേ കാണുമ്പോൾ ഞങ്ങൾക്കൊരു വികാരം വരുമല്ലേ ഏത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ റിപ്പബ്ലിക് ഡേയിൽ ഒരു മാതൃകയാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തൊരു മറുപടിയാണിത്! അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഇതിനാണ്. സത്യം പറഞ്ഞാൽ സദാചാര അണ്ണന്മാർ ഇതൊക്കെ കേട്ടിട്ട് ജീവിച്ചിരിക്കുന്നത് സഹതാപം അർഹിക്കുന്ന കാര്യമാണ്. പോയി ചത്തൂടെ നിങ്ങൾക്ക് എന്നാണ് ചോദിക്കാൻ തോന്നുന്നത്. ഇത്തരത്തിലുള്ള നെറികെട്ടവന്മാർക്ക് കൃത്യമായി മറുപടി കൊടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ പലരുടെയും വാക്കുകളും ശൈലികളും ഒക്കെ പലതാണ്. ഓരോരുത്തർ ജനിച്ചു വളർന്ന ഓരോരോ സംസ്കാരവും സാഹചര്യവും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് ആ സംസ്കാരത്തിനനുസരിച്ച് പലരും മറുപടി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നൊക്കെ പറയുന്നത് പോലെ അടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മാളവിക ഈ പറഞ്ഞ മറുപടി അതെനിക്ക് അങ്ങേയറ്റം അങ്ങ് ഇഷ്ടപ്പെട്ടു. യാതൊരു അശ്ലീലവും അവർ പറഞ്ഞിട്ടില്ല, അനാവശ്യമായി ആരെയും പ്രൊവോക്ക് ചെയ്തിട്ടില്ല, ഒരു പ്രശ്നമുണ്ടാക്കാനും വന്നില്ല. ഇമാതിരി കമന്റുകളൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ നല്ല പച്ച തെറി വിളിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ സംസ്കാരത്തിൽ നിന്ന് ഒട്ടും തന്നെ താഴേക്ക് പോകാതെ, എന്നാൽ ഇനി ജീവിതത്തിൽ ഒരു സ്ത്രീയുടെയും വീഡിയോയുടെയും ഫോട്ടോയുടെയും കീഴിൽ വന്ന് ഇമാതിരി വൃത്തികേടുകൾ എഴുതി പിടിപ്പിക്കാതിരിക്കത്തക്കവണ്ണം നല്ല ഒന്നാന്തരം ബോധവൽക്കരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ ഇവന്മാർ മറക്കില്ല. അത്ര സൂപ്പർ മറുപടി. എനിക്കിത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു.
മാളവിക പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പെണ്ണുങ്ങൾ മാത്രം മാരടം മറച്ചാൽ പോരാ, ആണുങ്ങളും അത് മറക്കണം. ഇത് കാണുമ്പോൾ ഞങ്ങൾക്കും ഒരുമാതിരി കുരു പൊട്ടുന്നുണ്ടെന്ന്. ഈ ചേട്ടന്മാരൊക്കെ മേൽവസ്ത്രമില്ലാതെ നിൽക്കുന്ന വീഡിയോകളുടെയും ഫോട്ടോകളുടെയും ഒക്കെ കീഴിൽ വന്നിട്ട് സ്ത്രീകളും ഇമാതിരി നിരത്തി പിടിച്ചുള്ള കമന്റുകൾ അങ്ങോട്ട് ഇടാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? നിപ്പിളെന്ന് പറഞ്ഞാൽ അത് സ്ത്രീയുടേതെന്നോ പുരുഷൻ്റെതെന്നോ വ്യത്യാസമൊന്നുമില്ല. രണ്ടും നിപ്പിൾ തന്നെയാണ്. അത് മറച്ചു വെക്കണം എന്ന് പറയുമ്പോൾ രണ്ടാളും അത് മറച്ചു വെക്കണ്ടേ? ഒരാൾക്ക് മാത്രം ഒരു ആനുകൂല്യം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ചേട്ടന്മാരും മാളവിക പറഞ്ഞതുപോലെ തന്നെ നിപ്പിള് കവർ ചെയ്യുവാൻ പറ്റുന്ന ആ ഒരു സുന ഉണ്ടല്ലോ, അത് മേടിച്ച് ഒട്ടിക്കുന്നത് എന്തുകൊണ്ടും അഭികാമ്യമാണ്. കാരണം ഇനി കമന്റ് എഴുതുവാൻ പോകുന്നവർക്ക് ഒരാധികാരികത ഉണ്ടാകുമല്ലോ. ഇത്തരത്തിലുള്ള സാമാനങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി മറച്ചു വെച്ചിട്ട് തന്നെയാണ് കമന്റ് ഇടുന്നത് എന്ന് പറയുവാൻ. അപ്പോൾ ചേട്ടന്മാരെ, എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക നന്ദിയും കൂടെ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് ഇത്ര നല്ലൊരു ബിസിനസ് ഐഡിയ തന്നതിനാണ്. ഞാൻ കഷ്ടപ്പെട്ട് പാട്ടുകളൊക്കെ നൊട്ടേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് അതിനൊക്കെ റീച്ച് കിട്ടി. എന്ത് കഷ്ടപ്പെട്ട പണിയാണെന്നറിയോ ഇതൊക്കെ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഇറക്കി ഒരു വീഡിയോ എടുത്താൽ പോരെ. ഞാൻ എന്ത് നൊട്ടേറ്റ് ചെയ്താലും ഇനി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് റീച്ച് കൂട്ടില്ലേ, വൈറലാക്കില്ലേ, എനിക്ക് ഫെയിം കിട്ടും, പൈസ കിട്ടും, എന്തൊക്കെ കിട്ടും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ വീഡിയോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ നൊട്ടേറ്റ് ചെയ്യണമെങ്കിലും ഞാൻ അതാ ഇങ്ങനെ നിന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ റീച്ച് കൂട്ടി വൈറലാക്കുമല്ലോ. എന്തായാലും ചേട്ടന്മാരെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ വർഷം മാറരുത്. നിപ്പിള് കണ്ടാൽ, പൊക്കിള് കണ്ടാൽ, ക്ലീവേജ് കണ്ടാൽ ആ സ്ത്രീകളെ നമുക്ക് വായി തോന്നിയത് മുഴുവൻ പറയണമെന്ന് നമ്മുടെ അവകാശമാണ്. ആൻഡ് നിങ്ങളുടെ നിപ്പിളും മറ്റേ സാധനമൊക്കെ അങ്ങ് കട്ടും ചെയ്ത് കളയണം. കാരണം അങ്ങനെ നമുക്ക് മാതൃകയാവാൻ പറ്റുള്ളൂ. പിന്നെ ആരും അത് കാണുമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും നന്ദി, ശുഭദിനം. ഇത് കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ്. അവരുടെ നിപ്പിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു കുരു പൊട്ടിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. ശരിക്കും ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ സ്ത്രീ അല്ല പ്രശ്നം, ഇത് കാണുന്ന വ്യക്തികളുടെ മനസ്സാണ് പ്രശ്നം. മലയാളികളിൽ വലിയൊരു വിഭാഗം ആൾക്കാർ ലൈംഗികമായി ദരിദ്രരാണ്. അവർ പണമില്ലാത്തവരല്ല, വിദ്യാഭ്യാസമില്ലാത്തവരല്ല, ചിന്തയില്ലാത്തവർ എന്ന് വേണം അവരെ പറയാൻ. ഇവരുടെയൊക്കെ മനസ്സ് സത്യത്തിൽ അശ്ലീല കൂമ്പാരമാണ്. മാളവികയുടെ ഈ വസ്ത്രധാരണം കണ്ടിട്ട് എത്ര പേർക്ക് ഇതിനകത്ത് പ്രശ്നമുണ്ട്? ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, അവർ വൾഗറായിട്ടൊന്നുമല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നത്, വളരെ മാന്യമായിട്ടാണ്. പക്ഷേ അതിനിടയിൽ നിങ്ങളുടെ കണ്ണ് എവിടെയെല്ലാം സഞ്ചരിച്ചു, എന്തെല്ലാം കണ്ടെത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ കണ്ണാണ് വൾഗർ, നിങ്ങളുടെ ചിന്തയാണ് വൾഗർ, നിങ്ങളുടെ സംസ്കാരമാണ് വൾഗർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വലിയൊരു നാടകമാണ് നടക്കുന്നത്. അതെ, സിനിമയിൽ സ്ത്രീയെ ഒരു പ്രദർശന വസ്തുവായി കാണിക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയിരുന്ന് കൈയടിക്കും. എന്നിട്ട് രാത്രിയിൽ പോൺ സൈറ്റുകളിൽ രാവിളക്കോളം കുത്തിയിരുന്ന് അവരുടെ നഗ്നത കണ്ട് ആസ്വദിക്കും. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ചില വീഡിയോകളൊക്കെ കാണുമ്പോഴേക്കും പെട്ടെന്ന് ആള് മാറുന്നു, പിന്നീട് കുരു പൊട്ടി അങ്ങോട്ട് ഒലിക്കുവാൻ തുടങ്ങുന്നു. ഈ കാണുന്ന വീഡിയോകളുടെ ഒക്കെ കീഴിൽ വന്നിട്ട് മോശമായിട്ടുള്ള കമന്റുകൾ എഴുതി പിടിപ്പിക്കും. ഇതാണ് സാംസ്കാരികത, ഇതാണ് കുടുംബ മൂല്യം, ഇതാണ് മര്യാദ. ഇത് വലിയൊരു കൂട്ടം മലയാളികളുടെ കപട ധാർമ്മികതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്ത്രീയെ നിങ്ങൾക്ക് ഇതുവരെയും ഒരു മനുഷ്യനായി കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഒരു ഭോഗവസ്തുവായിട്ട് മാത്രമാണ് കാണുന്നത്. ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ളൊരു ഓപ്ഷൻ അവരെ കാണുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ വരാറേയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡെക്കറേഷനുകൾ ഒന്നും ഇല്ലാതെ വിളിക്കാം ലൈംഗിക പട്ടിണിക്കാർ. ലൈംഗിക വിദ്യാഭ്യാസം തീരെയില്ല, ആരോഗ്യകരമായ ബന്ധം എന്താണെന്ന് അറിയില്ല. ഒരു സ്ത്രീയോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും ഇവറ്റകൾക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രസ്ട്രേഷനെല്ലാം പൊട്ടിയൊലിക്കുന്നത് കമന്റുകളായിട്ട് വന്ന് കമന്റ് ബോക്സിലാണ്. അവിടെയാകുമ്പോൾ ഈ മനസ്സിനകത്തിരിക്കുന്ന അശ്ലീലത മുഴുവനും മുഖം കാണിക്കാതെ എഴുതി വിടാൻ പറ്റുമല്ലോ. പക്ഷെ നിങ്ങൾ എഴുതുന്ന ഓരോ അശ്ലീല കമന്റുകളും തെളിയിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ആത്മനിയന്ത്രണം എന്ന് പറയുന്നൊരു വിഷയമില്ല, സ്വയം നിയന്ത്രണമില്ല. രണ്ടാമത്, നിങ്ങൾക്ക് സ്ത്രീയെ ബഹുമാനിക്കാൻ അറിയില്ല. അതിപ്രാധാന്യമായ വിഷയം ആണുങ്ങളുടെ തനിമ അതെന്താണെന്ന് നിങ്ങൾക്ക് ലവലേശം അറിയില്ല. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർ പറഞ്ഞേക്കാം അവർക്ക് പ്രദർശിപ്പിക്കാം നമ്മൾ പറയുന്നതാണോ പ്രശ്നമെന്ന്. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ശരീരം പ്രദർശിപ്പിച്ച് അതിൽ കൂടി വരുമാനം ഉണ്ടാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ കമന്റ് ബോക്സുകളിൽ നോക്കിയാൽ അതിനുള്ളിൽ പോയി ആസ്വദിച്ച് അർമാദിച്ച് അവരെ പുകഴ്ത്തി സോ സ്വീറ്റ്, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അംഗലാവണ്യത്തെ വർണ്ണിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഈ പറയുന്ന സദാചാര വീരന്മാരെ ഒന്നും അവിടെ അധികം കാണാനേ കിട്ടുകയില്ല. മാളവിക ഇവിടെ പറഞ്ഞു വെച്ച മറുപടി അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ കാണുന്ന അശ്ലീലത അത് എൻ്റെ ശരീരത്തിലല്ല, പകരം നിങ്ങളുടെ ചിന്തയിൽ തന്നെയാണെന്നാണ്. ഇതിനെ ഒരു മാസ് മറുപടിയായിട്ടൊന്നും അല്ല വിശേഷിപ്പിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ നിന്റെയൊക്കെ മുതുകത്ത് ആഞ്ഞടിച്ച ഒരു ചാട്ടയടിയായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. പിന്നെ ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഇക്കാലത്ത് സാധാരണമല്ലേ എന്ന് ചിന്തിച്ച് മിണ്ടാതിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരോടും ഒന്ന് രണ്ട് വാക്കുകൾ പറയാനുണ്ട്. നിങ്ങളുടെ മൗനമുണ്ടല്ലോ, ആ മൗനം പോലും കുറ്റകരമാണ്.
ഇത്തരത്തിലുള്ള നെറികേടുകൾക്ക് ഇരയാകുന്ന വ്യക്തികളല്ല, ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ തന്നെ മറുപടി കൊടുക്കുവാൻ തയ്യാറായാൽ പിന്നെ പലരും ഈ വഴിക്ക് വരില്ല. അവർക്കറിയാം കണക്കിന് കിട്ടുമെന്ന്. ബോധമുള്ള ആൾക്കാർ ഇത് കാണുന്നവരുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് പിന്നീട് അവർ വരില്ല. പക്ഷേ അങ്ങനെ മറുപടി കൊടുക്കുന്നതിന് പകരം മൗനമായി കുത്തിയിരുന്നതെല്ലാം വായിച്ചിട്ട് മിണ്ടാതെ പോകുന്ന ആൾക്കാർ, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് മാളവികയാണ്. ഒരുപക്ഷെ നാളെ ഇത് നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിക്കെതിരെ ആയിക്കൂടുന്നില്ല. ആ സമയത്ത് നിങ്ങൾ ചോദ്യം ചെയ്യുവാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര സപ്പോർട്ട് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയില്ല എന്നും വന്നേക്കാം. അതുകൊണ്ട് പ്രതികരിക്കേണ്ടിടത്ത് തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കണം. മാളവികയുടെ ഈ മറുപടി ഒരു വിധത്തിൽ പറഞ്ഞാൽ പുരുഷന്മാർക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പാണ്. ഇതുകൊണ്ടൊന്നും ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികളെ തളച്ചിടുവാൻ കഴിയില്ല എന്നും നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു സ്ത്രീയെ കണ്ടാൽ അവളുടെ കഴിവിനെയോ അവളുടെ വ്യക്തിത്വത്തെയോ അവളുടെ ശബ്ദത്തിന്റെ മാഹാത്മ്യത്തെയോ ഇതൊന്നും ചിന്തിക്കുവാനും തിരിച്ചറിയുവാനും കഴിയുന്നില്ല. ഒരു കച്ചവട ചരക്കായിട്ട് മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ എങ്കിൽ നിന്നെ ഒരു നല്ല പുരുഷൻ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയില്ല. നീ നിയന്ത്രണം നഷ്ടപ്പെട്ട വെറും ഒരു പട്ടത്തിന് തുല്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രശ്നമല്ല, ഇത് വസ്ത്രധാരണത്തിന്റെ പ്രശ്നമല്ല, ഇത് സോഷ്യൽ മീഡിയയുടെയും പ്രശ്നമല്ല, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.